വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. നമ്മളിന്ന് തൈര് ഇഡലിയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് വൈകിട്ടും അതുപോലെ ഡിന്നറിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അതുപോലെ തന്നെ ഇത് ഹെൽത്തിയാണ്. തൈരൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ടാണ് തേങ്ങയൊക്കെ ചേർത്ത് ഒരു അരപ്പ് റെഡിയാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. കൂടെ തന്നെ 2 പച്ചമുളക് അത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് കുതിർത്തിയെടുത്ത ബദാം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ജാറായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് ഇനി ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളിതൊന്ന് അരിച്ച് എടുത്താൽ മതി. അതായത് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരിച്ച് അതിൻ്റെ ചാറ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു ബൗളിലേക്ക് നേരെ തന്നെ ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. ഒട്ടും കട്ടയില്ലാതെ നല്ല പോലെ ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഇല്ലാതെയും നമുക്ക് തൈര് ഇഡ്ഡലി റെഡിയാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തൈര് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം, കട്ടയൊന്നും ഇല്ലാതെ. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു താളിപ്പ് റെഡിയാക്കും. ആ ഒരു താളിപ്പ് ഈ ഒരു തൈരിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇഡ്ഡലിയുടെ മേലെ ഒഴിച്ചിട്ട് അങ്ങനെയും തൈര് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തൈരിൻ്റെ ടേസ്റ്റ് മാത്രമായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു അരപ്പ് റെഡിയാക്കിയിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു താളിപ്പ് റെഡിയാക്കണം. അതിനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ല ചൂടായിട്ട് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കടലപ്പരിപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഉഴുന്നും പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നും പരിപ്പൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ചൂടായിട്ടിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. താളിക്കാനുള്ള മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താളിപ്പ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് തൈര് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. തൈര് വട ഉണ്ടാക്കുകയാണെങ്കിലും ഇതേ കൂട്ട് തന്നെയാണ്. ഇഡലിക്ക് പകരം നമ്മൾ വട എടുക്കുന്നതെന്ന് മാത്രം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഇഡ്ഡലി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തൈര് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് 3 ഇഡ്ഡലിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ഇഡ്ഡലിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബൂന്തി മിക്സ്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കപ്പലണ്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ മിക്സ്ചറിൻ്റെ കൂടെയുള്ള കപ്പലണ്ടി തന്നെയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് ഇഡലിപ്പൊടി, ജീരകപ്പൊടി, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ്, കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, കാശ്മീരി മുളക് പൊടി. നമുക്ക് തൈര് ഇഡ്ഡലി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇഡ്ഡലി വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നന്നാവുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇഡ്ഡലി മുങ്ങി ഇരിക്കുന്ന രീതിയിൽ തൈരിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെയൊക്കെ ഉഴുന്നും പരിപ്പും കടുകൊക്കെ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഡെക്കറേഷന് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള ഓരോന്നും നമുക്ക് തൂവി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ തൂവി കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ ജീരകപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ഇഡലിപ്പൊടി തൂവി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഇതൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്നും നിർബന്ധമുള്ള കാര്യമില്ല. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ വിതറി കൊടുക്കാം. അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി. ഇനി ഇതിന് മുകളിലേക്ക് ആ ബൂന്തി മിക്സ്ചർ കപ്പലണ്ടിയോട് കൂടി തന്നെ നമുക്ക് വിതറി കൊടുക്കാം. ഇഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു തൈരിൻ്റെ മിക്സിൽ കിടന്നിട്ട്. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് ഈ ഒരു ബൂന്തി മിക്സ്ചറും കപ്പലണ്ടിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഫൈനലി കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് മേലെ തൂക്കിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് തൈര് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേനൽക്കാലത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.